ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സേമിയ അല്ലെങ്കിൽ വെർമിസിലി എന്നൊക്കെ പറയുന്ന ആ സംഭവം വെച്ചിട്ട് നമ്മൾ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അധികം സംഭവങ്ങളൊന്നും വേണ്ടതാനും, എന്നാൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാനും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തുടങ്ങാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സംഭവങ്ങളെ നമുക്ക് വേണ്ടുള്ളൂ. അതേപോലെ തന്നെ സേമിയ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സേമിയ, ഇല്ലെങ്കിൽ വെർമിസിലി, ഇല്ലെങ്കിൽ സെവായി എന്നൊക്കെ ഇവിടെ പറയും കേട്ടോ. അപ്പോൾ ആ സംഭവം കൂടി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യാനും, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും ആരും മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇനി ഇത്രയും പച്ചക്കറി അല്ല, നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറി യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു പ്രശ്നമുള്ളതല്ല. ഏത് പച്ചക്കറിയാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ വളരെ ടേസ്റ്റോടു കൂടി പിള്ളേർ കഴിക്കുകയും ചെയ്തോളും. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ആരാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമ്മുടെ സംഭവം റെഡി ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സംഭവങ്ങൾ. ഇനി ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ എടുക്കുന്ന എന്തൊക്കെ പച്ചക്കറിയാണോ അതൊക്കെ ഒന്ന് നല്ലപോലെ ചോപ്പ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. കളർഫുള്ളായിട്ടുള്ള പിന്നെ അതായത് ക്യാബേജ് ഇടാം. അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിടണം. കാരണം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെവായി വേവുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറികളും വേവണം. അതല്ല എങ്കിൽ പച്ചക്കറി സെപ്പറേറ്റ് വേവിച്ച് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കുനുകുനാന്നൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഇനിയിപ്പം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സ്പീഡുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്ന സംഭവമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നൊക്കെ ഒന്ന് തലേദിവസം ഒന്ന് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ചടപടയെന്നും പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ മിക്ക സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ പൊട്ടറ്റോയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാം അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. കുഞ്ഞാപ്പിക്ക് കഴിക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരട്ടെ. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ നല്ലപോലെ ഒന്ന് പൊട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ട 2 വത്തലമുളക് ഇട്ട് കൊടുക്കുക. വത്തലമുളകൊന്നും അധികം ഒന്നും വേണ്ട. വത്തലമുളക് ഇടുക. ഇനി പച്ചമുളക് ഇടുന്നുണ്ട് എങ്കിൽ വത്തലമുളകിൻ്റെ ആവശ്യം ഒട്ടില്ലതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. കുറച്ച് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവോള, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഒന്ന് ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കുക. വേവിക്കണമെന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഒത്തിരി പച്ചക്കറികൾ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ബ്രൗണിഷ് കളറൊന്നും ആക്കുന്നൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ പച്ചക്കറികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പച്ചക്കറികളെല്ലാം കൂടി ഇനി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇട്ടു, അതുപോലെ തന്നെ പൊട്ടറ്റോയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് ഇളക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഇടാനേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഗ്രീനിഷ് കളർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്സിക്കം ചേർക്കാം. അതല്ലെങ്കിൽ പയർ വേണമെങ്കിൽ ചേർക്കാം, ബീൻസ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികളോ നിങ്ങളുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ എടുത്താലും മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംഭവങ്ങൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ആ പൊട്ടറ്റോയൊക്കെ ഒന്ന് വാടി വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെർമിസിലി ഇടുവോ ഇല്ലെങ്കിൽ പൊടി ഇടുവോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സൗകര്യത്തിന് ഒന്നുകിൽ ആദ്യം പൊടിയിടാം, എന്നിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സേമിയ ചേർക്കാം. അതല്ല എങ്കിൽ സേമിയ ചേർത്തിട്ട് നമുക്ക് ഇതാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങൾ ഇവിടെ ഒരുവിധം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ എന്നിട്ട് എന്താ ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇത് നിങ്ങൾക്ക് കടുക് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ വത്തൽമുളക് കിട്ടില്ലേ, അന്നേരപ്പിലാണെങ്കിലും കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പം ഞാനിവിടെ പിന്നെയാണ് ചേർത്തതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. യെല്ലോ കളർ വേണ്ട എങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് മുളക് ഇനി ആവശ്യത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒത്തിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. വേറെ പൊടികളൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. നല്ല പോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ വെർമിസെലി ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെർമിസെലി ആയിരുന്നു, അതായത് സേമിയ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് അത് റോസ്റ്റ് ചെയ്യാനായിട്ടൊന്നും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ളത് വേണമെങ്കിൽ മേടിക്കാം. ഇതല്ല നിങ്ങളുടെ നല്ല റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ഒരു കപ്പിന് ഒരു 3/4 കപ്പാണ് വെർമിസെലി എടുത്തത്. ഞാൻ അതിന് നിറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നതിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ അത് വെന്തൊന്ന് വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിക്കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട. കാരണം എല്ലാ ഭാഗത്തും ഒന്ന് തീയെത്താനും അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരാനൊക്കെ ആയിട്ടാണ്. പിന്നെ ഒരു 1, 2, 3, 4 മിനിറ്റ് വെച്ചൊന്ന് നമ്മളൊന്ന് അതിൻ്റെ വെള്ളം വറ്റി തീരുമ്പോഴത്തേക്കും നമ്മുടെ വെർമിസെലി അതായത് സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പം അധികം പണിയൊന്നുമില്ല. ഇനി അധികം ഒരു പരിപാടിയില്ല. നമുക്ക് ഇനി അങ്ങ് സെർവ് ചെയ്തങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലൊന്ന് പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്, ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. ഇത് കറി ഇല്ലാതെയും കഴിക്കാം, കറിയോട് കൂടിയും കഴിക്കാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കടലക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കടലക്കറി ഇല്ലെങ്കിൽ മുട്ടക്കറി എല്ലാം ചേർന്ന് ഈ ഉപ്പുമാവ് നമുക്ക് ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതല്ല എങ്കിൽ വെറും ചായയുടെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നുള്ളൂ. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് അല്ലെങ്കിൽ കൈ വെച്ച് ഒന്ന് ഞെക്കി നോക്കുക അത് വെന്തോന്ന്. അതുപോലെ തന്നെ സേമിയായും ഒന്ന് എടുത്ത് ഒന്ന് ഒടിച്ച് നോക്കുക വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളങ്ങോട്ട് കഴിക്കുക എന്നുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടോ. എന്താണെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, അധികം പച്ചക്കറിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറന്നു പോകണ്ട. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകണ്ട. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.